ഓം നമ ശിവായ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിൻ്റെ ജ്യോതിഷ പരിപാടിയിലേക്ക് സ്വാഗതം. 2025 എന്ന പുതുവർഷത്തിൽ ഓരോ നക്ഷത്രങ്ങളിലും ജനിച്ചവരുടെ സാമാന്യ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ, അതായത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചുള്ള ജനുവരി മാസം മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ സാമാന്യമായ നക്ഷത്രഫലങ്ങൾ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗ്രഹചാരഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വർഷഫലം മാസഫലമൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. പിന്നെയുള്ള പ്രധാന ഗ്രഹമാറ്റം എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെയാണ്. രാഹുവും കേതുവും ഗ്രഹങ്ങളല്ലെങ്കിലും അവയുടെ കാന്തിക ക്ഷേത്രം വളരെ ശക്തമായതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ അത് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്, പ്രകൃതിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് അവയെ നമ്മൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നു, ഗ്രഹിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് മെയ് 18 രാഹു പുറകോട്ട് നീങ്ങി മീനത്തിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്കും, അതുപോലെ കേതുവാണെങ്കിൽ കന്നി രാശിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി ചിങ്ങത്തിലേക്കും എത്തുന്നത്. രാഹുവും കേതു എപ്പോഴും 180 ഡിഗ്രി, അതായത് 6 രാശികൾ വിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അസെൻഡിങ് നോഡും ഡിസെൻഡിങ് നോഡുമാണ്. അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചലനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉണ്ടാകുന്ന നിഴലുകളാണ് രാഹുവും കേതുവും. അപ്പം ഈ 4 ഗ്രഹമാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ സൂര്യൻ എല്ലാ മാസവും ഓരോ രാശിയിൽ കൂടെ കടന്നു പോകുന്നു. ബുധന്, ശുക്രന്, ചൊവ്വ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക്, ചൊവ്വയാണെങ്കിൽ 1.5 മാസം, ബുധനും ശുക്രനുമൊക്കെ ഏതാണ്ട് 1 മാസം ഒരു രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ കണക്കാക്കിയാണ് നമ്മൾ ഫലം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ബുധശുക്ര യോഗവും ബുധാദിത്യ യോഗവും ശുക്രാദിത്യ യോഗമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ധനപരമായിട്ടുമൊക്കെ വിവിധ ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റി ഓരോ അധ്യായങ്ങളിൽ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പം നമുക്ക് പൊതുഫലം നോക്കിപ്പോവാം. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഇടവക്കൂറിലാണ് ഉൾപ്പെടുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ അവർക്ക് കണ്ടകശനിയാണ്. ശരിക്കും ശനി 10 സഞ്ചരിക്കുന്നത്, കർമ്മഭാവത്തിൽ. അപ്പോൾ കുറേ കാലമായിട്ട് ഈ കണ്ടകശനിയാണ് അവർക്ക്. ഇടയ്ക്കൊരു ശനി വക്രം വന്നപ്പം ഗുണകരമായ കുറേ അവസ്ഥ ഉണ്ടായെങ്കിലും പിന്നെയും ശനി പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ശനിയുടെ ബുദ്ധിമുട്ട് പിടിച്ച അവസ്ഥകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ശനി സാവധാനം മീനൻ രാശിയിലോട്ട് നീങ്ങുമ്പോഴത്തേക്കും ഈ വിഷമങ്ങൾ പതുക്കെ കുറഞ്ഞു വരും. മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ശനി 11 വരുന്നതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പോൾ ശനി ഒരു രാശി മാറുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ രാശിമാറ്റം നടക്കുമ്പോഴുള്ള ഗുണഫലങ്ങൾ അങ്ങനെയല്ല, ആ ദിവസം തൊട്ടല്ല അനുഭവപ്പെടുന്നത്. ശനി ശരിക്കും മന്ദൻ എന്നാണല്ലോ ശനി അറിയപ്പെടുന്നത്. അപ്പോൾ ശനി ഗുണഫലങ്ങൾ നൽകുന്നതാണെങ്കിലും ദോഷഫലങ്ങൾ നൽകുന്നതാണെങ്കിലും വളരെ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ശനി അതിൻ്റെ സഞ്ചാരത്തിൻ്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ആ അനുഭവങ്ങൾ അതിൻ്റെ പീക്കിൽ എത്തും. പിന്നെ ക്രമേണ കുറഞ്ഞു വന്ന് ശനിയുടെ അടുത്ത രാശിയിലേക്ക് നീങ്ങാറാകുമ്പോഴത്തേക്കും അനുഭവങ്ങൾ മാറും. അത് അനുകൂല അനുഭവങ്ങളാണെങ്കിലും പ്രതികൂല അനുഭവങ്ങളാണെങ്കിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശനി 11 വരുന്നതിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് മെയ് ജൂൺ വരെ സമയമെടുക്കും. അപ്പോൾ അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ശനിയുടെ ഈ മന്ദഗതിയിലുള്ള ഫലദാന ശക്തി, അതായത് പതുക്കെ ഏതാനും 2-3 മാസങ്ങൾ കൊണ്ടാണ് ഇത് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മരംഗത്തുണ്ടാകുന്ന തടസ്സങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് കുറഞ്ഞു വരും. രോഹിണി നക്ഷത്രക്കാർക്ക് വേറെ ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് ചില കാര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അവർക്ക് ചില ദുഃഖാനുഭവങ്ങൾ നന്നായിട്ട് ഉണ്ടാകും. മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അത് വന്നുകൊണ്ടിരിക്കുക. നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. മറ്റുള്ളവർക്ക് നമ്മൾ ഗുണം ചെയ്താലും അവരിൽ നിന്ന് നന്ദിയൊന്നും കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ ഈ മെയ് മാസം ആകുമ്പോഴത്തേക്ക് വ്യാഴം മാറും. വ്യാഴം 2ാം ഭാവത്തിലേക്ക്, ഇടവക്കൂറുകാരുടെ 2ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടൊക്കെ ഗുണം കിട്ടും. ശനി 11 വരുന്നതിൻ്റെ ഗുണവും കിട്ടും, വ്യാഴം 2 വരുന്നതിൻ്റെ ഗുണവും കിട്ടും.
അപ്പോൾ ഈ മാർച്ച് മാസം വരെയുള്ള സമയത്ത്, മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയത്തൊക്കെ തൊഴിലിൽ ചെറിയ ചെറിയ കാര്യതടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. പഴയ രീതി വെച്ച് നോക്കുമ്പോൾ അതിലും കുറവായിരിക്കും, എങ്കിലും കാര്യതടസ്സങ്ങൾ വരും. നമ്മളെ മറികടന്ന് പലർക്കും സ്ഥാനക്കയറ്റമൊക്കെ കിട്ടും ഈ സമയത്ത്. അത് നമുക്കൊരു മനസ്സിനൊരു വിഷമവും ദേഷ്യവും ഉണ്ടാക്കും. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഭൂമി കുറച്ച് വിറ്റിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കണമെന്ന് വെച്ചാൽ അതിനൊന്നും പറ്റാത്ത ഒരവസ്ഥ. കുടുംബത്തിൽ ചെറിയ ചെറിയ സമാധാനക്കുറവുകൾ ഒക്കെ അനുഭവപ്പെടും ഈ സമയത്തും. പക്ഷേ പഴയ ഈ കണ്ടകശനി സമയത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറവായിരിക്കും ആ അനുഭവങ്ങൾ. എങ്കിൽ പോലും മനസ്സിനെ ശല്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ശനി കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ കണ്ടകശനി അവസാനിക്കും. അപ്പം മുതൽ തൊഴിലിൽ ക്രമാനുഗതമായ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടെ കിട്ടുമ്പോഴത്തേക്കും 11-ൽ നിൽക്കുന്ന ശനിയുടെ അനുഗ്രഹം ഇരട്ടിക്കുന്നതാണ്. മനഃശാന്തി ഉണ്ടാകും. വ്യാപാര രംഗം പെട്ടെന്നൊരു ഉണർച്ച ഉണ്ടാകും. ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ നമ്മളിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ വന്നു ചേരും എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം കിട്ടും. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റ് ഫൈൻ ആർട്സ് ആണെങ്കിലും സംഗീതമാണെങ്കിലും നൃത്തം, നാടകം, സിനിമ ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒരു കാലഘട്ടമാണ് പിന്നീട് വരുന്നത്. സാഹിത്യകാരന്മാർക്കൊക്കെ ധാരാളം വായനക്കാരൊക്കെ ഉണ്ടാകും. അവരുടെ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് ചിലവഴിക്കാൻ സാധിക്കും. അതേസമയത്ത് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വ്യാഴൻ 2-ൽ വന്നതുകൊണ്ട് എല്ലാം അങ്ങ് നമുക്ക് ഇഷ്ടം പോലെ പൈസ വരും, അതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ചിലവഴിക്കാം, അങ്ങനെ വിചാരിക്കരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അതുപോലെ നിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിലും വിദഗ്ധരുടെ ഉപദേശം തേടിയിട്ട് മാത്രമേ നിക്ഷേപങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം രാഹു എങ്ങോട്ടാണ് വരുന്നത്? പുറകോട്ട് നീങ്ങി 10-ാം ഭാവത്തിലേക്ക്, കർമ്മഭാവത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കേതു 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. കുടുംബത്തിൻ്റെ സ്ഥാനത്തേക്ക് കേതു വരുന്നു. അപ്പോൾ അതും കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ശനി 11-ലും വ്യാഴൻ 2-ലും വരുന്നത് കൊണ്ട് വർഷമധ്യം കഴിഞ്ഞാൽ പിന്നെ നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകും. നമ്മൾ അതുവരെ കാത്തിരുന്ന പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇതൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിക്കും. ദാമ്പത്യത്തിൽ സന്തോഷം, നല്ല അനുഭവങ്ങൾ, കുടുംബത്തോടൊന്നിച്ചുള്ള യാത്രകൾ അതെല്ലാം ഉണ്ടാകും. കടബാധ്യതകൾ കുറേ പരിഹരിക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഗൃഹാന്തരീക്ഷം പൊതുവേ സന്തോഷപ്രദമാകും. അറിവും വിനയവും വർദ്ധിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സാമൂഹികമായ അംഗീകാരം കിട്ടും. കർമ്മരംഗത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ എങ്കിലും കുറച്ചു കാലത്തേക്ക് നമുക്കൊരു മടി കാണും ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ കാരണം എന്താണ്? പഴയകാല അനുഭവങ്ങൾ. കണ്ടകശനിക്കാലത്ത് നമ്മൾ നല്ലത് ഉദ്ദേശിച്ച് ചെയ്ത പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയും നമുക്ക് വിനയായിത്തീരുകയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോഴും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ചെറിയ ചെറിയ മടി കാണിക്കും. ശനി അങ്ങനെയാണ്. ശനിയുടെ അനുഭവങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. പതുക്കെ പതുക്കെ ഫലം തരുള്ളൂ. പക്ഷേ ശനി 11-ൽ വരുമ്പോഴത്തേക്കും കൃഷിഭൂമി വാങ്ങിക്കാൻ സാധിക്കുക, കൃഷിയിൽ നിന്ന് ലാഭം കിട്ടുക, വ്യാപാരത്തിൽ നിന്ന് ലാഭം, വീട് പുതുക്കി പണിയാൻ സാധിക്കുക, ഇങ്ങനെ പല പല ഗുണാനുഭവങ്ങളും ക്രമേണ ഉണ്ടാകും. അപ്പോൾ ദോഷഫലങ്ങൾ ക്രമേണ കുറഞ്ഞ് കുറഞ്ഞ് വരും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ഒക്കെ കിട്ടും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച്. ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ലോക്കലായിട്ടുള്ള വായനശാല, ക്ഷേത്രം തുടങ്ങിയവയിലൊക്കെ ഭാരവാഹിത്വം അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുക. കുറച്ചുകൂടെ ഉയർന്ന രംഗത്താണ് ബിസിനസ്സിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ, ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് അങ്ങനെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകും. ധാരാളം ആളുകളെ പരിചയപ്പെടാനും ബിസിനസ് വിപുലീകരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നമ്മൾ ചെറിയ കടയാണെങ്കിൽ പോലും അതൊരു നല്ല സ്പോട്ടിലേക്ക് നമുക്ക് സ്ഥാപിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയോടടുത്തുള്ള ഒരു തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന അതേ ജോലി എന്ന് പറയുമെങ്കിൽ അതുപോലെ ജാതകവും കൂടെ ഒത്തുവന്നാലേ കിട്ടുള്ളൂ. എങ്കിലും ഏതാണ്ട് അതേ മേഖലയിലുള്ള ഒരു ജോലി കിട്ടും. സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ബന്ധങ്ങൾ പുലർത്താൻ സാധിക്കും. പുതിയ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, വാട്സാപ്പ് വഴിയൊക്കെ, ഇൻസ്റ്റ വഴിയൊക്കെ പരസ്പരം നമുക്ക് അറിയാനും പഴയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്ത ഈ ഒരു വർഷം. ആരോഗ്യ പരിപാലനത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.
ഈ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമാണെങ്കിലും ഈ രാഹു കേതുക്കൾ അത്ര അനുകൂലമല്ല. രാഹു 10-ൽ വരുമ്പോഴും കേതു 4-ൽ വരുമ്പോഴും ഈ കേതു എന്ന് പറയുന്നത് കുറച്ച് സംഘർഷങ്ങളും ദുഃഖാനുഭവങ്ങളും ചില ആളുകളുടെ കാര്യത്തിൽ കേസുകളിലോട്ടുമൊക്കെ എത്തുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ 4-ാം ഭാവം കുടുംബസ്ഥാനമാണല്ലോ, അവിടെ കേതു വരുന്നത് അത്ര ഗുണകരമെന്ന് പറയത്തില്ല. രാഹു 10-ൽ വരുന്നതും വലിയ ദോഷകരം എന്ന് നമുക്ക് പറഞ്ഞുകൂടെങ്കിലും കർമ്മഭാവത്തിൽ രാഹു വരുമ്പോൾ ചില സംഘർഷങ്ങൾ ഈ സഹപ്രവർത്തകരിൽ ചിലരുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റാതെ വരിക, മേലുദ്യോഗസ്ഥരിൽ ചിലരുമായിട്ട് നമുക്കൊരു അടുപ്പക്കുറവ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. കർമ്മരംഗത്തിൽ നമുക്ക് വലിയ പിഴവുണ്ടായില്ലെങ്കിലും മറ്റുള്ളവരുടെ പിഴവിന് നമുക്കും കൂടെ അതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു പാർട്ട് നമ്മളും കൂടെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാം. രോഹിണി നക്ഷത്രക്കാരും കൂടെ ആയതുകൊണ്ടാണ് ഈ പ്രത്യേകത. രോഹിണി നക്ഷത്രക്കാർക്ക് പലപ്പോഴും അവർ ചെയ്യാത്ത തെറ്റിന് അവർ ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ നേരിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ രാഹു കർമ്മഭാവത്തിൽ വരുമ്പോഴും അതേപോലെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ധനപരമായിട്ടും സാമൂഹിക ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ സന്തോഷകരമായ ഒരവസ്ഥയാണ് ഈ വർഷം ഉണ്ടാകുന്നത്. വർഷമധ്യത്തിന് ശേഷം, വർഷത്തിൻ്റെ മധ്യം വരെ അത്ര നന്നായിരിക്കുകയില്ല. അപ്പോൾ ഇതാണ് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ഫലമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കാം. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദേവീപ്രീതിക്കുള്ള വഴിപാടുകളാണ്. തിങ്കളാഴ്ചകളിൽ വ്രതമെടുത്ത് ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. രോഹിണിയും തിങ്കളാഴ്ചയും കൂടെ ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുന്നത് നല്ലതാണ്. പൗർണമി വ്രതമെടുക്കുന്നതും അവർക്ക് ഗുണകരമാണ്. ഈ വ്രതമെടുക്കുന്നത് ആരോഗ്യസ്ഥിതി പരിഗണിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ രോഹിണി, അത്തം, തിരുവോണം, അതായത് രോഹിണി നക്ഷത്രവും എൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമാണ്. അവിടെ അർച്ചന, കടുംബായസം തുടങ്ങിയ ദേവീ പ്രീതികരങ്ങളായ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു ദശയോ കേതു ദശയോ ശനി ദശയോ ഈ 3 ദശകളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾക്കെങ്കിൽ അതാത് ദശാകാല ദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം. ഇപ്പോൾ രാഹു ദോഷമോ കേതു ദോഷമോ ഒക്കെ ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ദശാകാലമോ അതിൻ്റെ അപഹാരകാലമോ ഒക്കെ ആണെങ്കിൽ സർപ്പദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യണം. കേതു ദശാകാലമോ കേതുവിൻ്റെ അപഹാരമൊക്കെ ആണെങ്കിൽ നമ്മൾ ഗണപതി ഭഗവാന് കൂടെ വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ്. അങ്ങനെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാം. പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കൂവളത്തില സമർപ്പിക്കുക, കൂവളത്തില കൊണ്ടുള്ള അർച്ചന സമർപ്പിച്ച് പ്രസാദം വാങ്ങിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ജോലി കിട്ടാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർ ഗണപതി ഭഗവാന് നാരങ്ങാമാല സമർപ്പിച്ച ശേഷം നമ്മൾ ആ ജോലിക്ക് ശ്രമിച്ചാൽ വളരെ ഗുണകരമായിരിക്കും. കറുകമാലയാണെങ്കിലും മതി, നമ്മുടെ ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച്. പിന്നെ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രപ്പൊങ്കൽ പോലുള്ള വഴിപാടുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എന്താണെങ്കിലും ദേവീ പ്രാധാന്യമുള്ള കാര്യങ്ങളിലൊക്കെ വഴിപാടുകൾ ചെയ്യുക. പിന്നെ നമ്മുടെ ശനിയുടെ കാര്യം നോക്കുമ്പോൾ മാർച്ച് മാസം വരെ കണ്ടകശനി തുടരുകയാണല്ലോ. ആ കാലത്ത് ശാസ്താവിന് വഴിപാട് ചെയ്താൽ ശനിദോഷത്തിൽ നല്ല കുറവുണ്ടാകും. ശനി ഇപ്പം മീനത്തിലോട്ട് നീങ്ങുന്നതനുസരിച്ച് ദോഷം കുറഞ്ഞു വരികയും ഗുണാനുഭവങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യും. അപ്പോൾ അത്രയും കാലം നമുക്ക് മാസത്തിലൊന്നെങ്കിലും പോയി ഒരു നീരാഞ്ജനം സമർപ്പിക്കുക, ഒരു പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ ഗുണകരമാണ്. അതുപോലെ തന്നെ വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ അവർക്ക് ജന്മവ്യാഴമാണല്ലോ, മെയ് മാസം വരെ, അതായത് വർഷത്തിൻ്റെ പകുതി വരെ. ഈ ഒരു സമയത്ത് വിഷ്ണു ഭഗവാന് പാൽപ്പായസം സമർപ്പിക്കുക, ഒരു തുളസി മാലയും കൂടെ സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഒരു തവണ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണഫലം കിട്ടും. വ്യാഴം മാറുന്ന സമയത്ത് ഈ വഴിപാടുകൾ ഒന്നുകൂടെ ചെയ്യേണ്ടതാണ്. ശനിയുടെ ദോഷം മാറി ഗുണം കിട്ടാനും വ്യാഴത്തിന് ഗുണം കിട്ടാനും, ജന്മവ്യാഴം മാറിയിട്ട് ധനഭാവത്തിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് ധനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയും അത് നന്നായിട്ട് ഉപയോഗിക്കാനും കഴിയണമല്ലോ. ധനം വെറുതെ വന്ന് ചിലവായി പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കിട്ടാനായിട്ട് വിഷ്ണു ഭഗവാനും ശനിയുടെ ദോഷം മാറാൻ വേണ്ടിയിട്ട് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യണം. 11-ൽ ശനി എന്ന് പറഞ്ഞാൽ വളരെ ഗുണകരമായൊരു കാലമാണ് വരുന്നത്. അതുകൊണ്ട് ശാസ്താവിന് വഴിപാട് ചെയ്താൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാരുടെ
2025 അനുഭവങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ. 2025 നിങ്ങൾക്ക് ശുഭകരമായൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.